ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ 2 വയസ്സായ കൊച്ചിനെയൊക്കെ പീഡിപ്പിക്കുക എന്നുള്ളത് എന്തൊക്കെ ആംഗിളിൽ ചിന്തിച്ചിട്ടും അത് മനസ്സിലാകുന്നില്ല. അതായത് നമ്മളൊരു സക്സസ്ഫുൾ ലൈഫാണ് ജീവിക്കുന്നതെന്ന് ആൾക്കാരെന്നും നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം കൊണ്ടും സൊസൈറ്റിയിൽ ഏറ്റവും നിങ്ങളെക്കാട്ടിയെല്ലാം ഞാൻ ഉയർന്നു നിൽക്കാം. ഇപ്പോൾ അമ്പാനിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പിച്ചയ്ക്ക് ഇരിക്കുന്ന ആളും മരിച്ചു കഴിഞ്ഞാൽ, അമ്പാനി മരിച്ചു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം? സക്സസ് ആൻഡ് ഫെയിലിയർ ഒന്നുമില്ല. നിങ്ങൾ ജീവനോടെ ഇരിക്കണമെങ്കിൽ സക്സസ് ആണ്. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ തീർന്നു ഫെയിലിയർ. അപ്പോൾ ഇതേപ്പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും കൂടെയാണ് രാകേഷ് പ്രസന്നൻ. അടിമയാകാൻ ഒരു പെൺകൊച്ചിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പൂർവികർ ചെയ്തുകൊണ്ട്. ഭർത്താവ് നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അവർ നിയന്ത്രണങ്ങൾ വയ്ക്കുകയും ചെയ്യും. അമ്മമാർ ഇപ്പോഴും ഉത്തമ ഭാര്യയാവാനോ ഉത്തമ അടിമയാവാനോ ഉള്ള ട്രെയിനിങ് കൊടുക്കാനാണ് ഇപ്പോഴും നോക്കുന്നത്. പക്ഷേ സമൂഹം മൊത്തം ഇമോഷണൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഇമോഷണൽ ആയിട്ടിരുന്നാൽ നിങ്ങൾ മണ്ടനായി. ഇപ്പോൾ ആണിന് രാത്രി 12 മണിക്ക് റോട്ടിൽ കൂടെ നടക്കാമെങ്കിൽ പെണ്ണിന് നടക്കാൻ പറ്റും.